പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഏകദേശം 11,000 ആൾക്കാരുടെ അല്ലെങ്കിൽ 11,000 വേക്കൻസികൾ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന 11,000 വേക്കൻസി NTPSC എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 2024 RRB റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇതുപോലുള്ള വേക്കൻസികൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് നോക്കുക. അപ്പൊ 2024 ഈ പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ചിട്ടുള്ളത് NTPSC എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴിയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന NTPSC എന്ന് പറയുന്ന എക്സാമിനേഷൻ വഴി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പോസ്റ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ്, സ്റ്റേഷൻ മാസ്റ്റർ, അക്കൗണ്ടന്റ്, ക്ലർക്ക്, സൂപ്പർവൈസർ, അങ്ങനെയുള്ള തസ്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. നല്ല സാലറി സ്കെയിലുള്ള ജോലികളാണ് ഈ പറയുന്ന ജോലികളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് സെപ്റ്റംബർ 14 ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറയുന്ന 2024 ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്, അല്ലെങ്കിൽ RRB ആണ് ഈ പറയുന്ന എക്സാമിനേഷൻ നടത്തുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന വേക്കൻസികൾ ഉണ്ടല്ലോ, ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ, അക്കൗണ്ടന്റ്, ക്ലർക്ക്, സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. എല്ലാം കൂടി ഏകദേശം 11,500 കൂടുതൽ വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യയാണ്. 29,000 മുതൽ 35,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണ്. അപ്പോൾ ഇതിനകത്ത് ഓൺലൈൻ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇതിനകത്ത് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്നതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്, rrbchennai.gov.in. അത് നോക്കിയാൽ മതി കേട്ടോ, www.rrbchennai.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലിങ്ക് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കാണാൻ പറ്റും വേക്കൻസികൾ എത്രയുണ്ടെന്ന്. ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനകത്ത് വരുന്ന 361 ആണ്. അതുപോലെ തന്നെ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനകത്ത് വരുന്ന മറ്റേത് അക്കൗണ്ട്സിലേക്ക് 31, അല്ലാതെ കോമൺ ആയിട്ടുള്ളത് 2022 ആണ്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനകത്ത് 990 ഒഴിവുകളുണ്ട്. ട്രെയിൻ ക്ലർക്കിനകത്ത് 72 വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ആയിട്ട് മൊത്തം 3,445 ഒഴിവുകളാണ് ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് താഴെയുള്ളത്. ഡിഗ്രി ലെവലായിട്ട് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ വരുന്നുണ്ട് 3,144, സ്റ്റേഷൻ മാസ്റ്റർ 994, അതുപോലെ തന്നെ ചീഫ് കോമൺ ടിക്കറ്റ് സൂപ്പർവൈസർ വരുന്ന 1,736, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് വരുന്നത് 1,507, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് വരുന്നത് 732. അങ്ങനെ മൊത്തം 8,113 വേക്കൻസികൾ അതിൽ വരുന്നുണ്ട്. ടോട്ടൽ മൊത്തം 11,000 കൂടുതൽ വേക്കൻസികളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ RRBയുടെ ഏജിന്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് താഴെ വരുന്ന 18 മുതൽ 33 വയസ്സ് വരെയും, ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്ക് വരുന്ന 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന റൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചീഫ് കൊമേഴ്സ്യൽ ടിക്കറ്റ് സൂപ്പർവൈസറിന് ഏതെങ്കിലും ഡിഗ്രി മതിയാവും, സ്റ്റേഷൻ മാസ്റ്ററിന് ഏതെങ്കിലും ഡിഗ്രി മതി, ഗുഡ്സ് ട്രെയിൻ മാനേജർ ഡിഗ്രി ആണ്. ജൂനിയർ ടൈപ്പിസ്റ്റ് വരുമ്പോഴത്തേക്കും ടൈപ്പിസ്റ്റ് ഡിഗ്രി വിത്ത് ടൈപ്പിസ്റ്റ് ആണ്. മറ്റേത് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണെങ്കിലും ഡിഗ്രി വിത്ത് ടൈപ്പിസ്റ്റ് ആണ്. ടിക്കറ്റ് ക്ലർക്ക് കൊമേഴ്സ്യൽ ആണെന്നുണ്ടെങ്കിൽ 12th ലെവലാണ്. അക്കൗണ്ട്സ് ആണെങ്കിൽ എന്താണ് 12th ലെവലാണ്. ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണെങ്കിലും 12th ലെവൽ ഈക്വലന്റ് ആണ്. ട്രെയിൻ ക്ലർക്ക് ആണെങ്കിലും 12th ലെവൽ ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നടത്തുന്നത് എന്താണ്, RRB വഴിയാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് എന്ന് പറയുന്നത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ നടക്കുന്നത് 11,558 പേർക്ക് അല്ലെങ്കിൽ വേക്കൻസികളാണ് ഇതിനകത്ത് വരുന്നത്. ആപ്ലിക്കേഷൻ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ നോട്ട് ബി ആക്സെപ്റ്റഡ്. അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാതെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആയിട്ട് അംഗീകരിക്കത്തില്ല. ഇതിനകത്ത് വരുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറൽ ആയിട്ട് വരുന്നത് 500-ഉം SC STക്ക് അകത്ത് വരുന്നത് 250-ഉമാണ്. ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 500 രൂപയാണ് നമ്മുടെ ജനറൽ, EWS OBCക്ക് വരുന്ന 500-ഉം, SC ST ഫീമെയിലിന് വരുന്നത് 250-ഉമാണ്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട
സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ RRB ചെന്നൈ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. www.rrbchennai.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനകത്ത് കയറിയ ശേഷം നിങ്ങൾ ഹോം പേജിൽ പോയിട്ട് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അക്കൗണ്ട് സൈൻ ഇൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ RRBയുടെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ RRB അപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാനുള്ള സംവിധാനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ RRB പുറത്തിറക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ എന്ത് ചെയ്തേക്കാം, ആ പറയുന്ന PDF കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കമന്റ് ബോക്സിൽ ഇട്ടാലും ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് അറിയിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ മുഖാന്തരം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖലകളിലുള്ള ജോലിക്കുള്ള വേക്കൻസികളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂടുതലായിട്ടുള്ള ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.